നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കേരള ദേവസ്വം ബോർഡിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഇതാണ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിൽ അവർ മലബാർ, തിരുവിതാംകൂർ, ഗുരുവായൂർ ദേവസ്വങ്ങളിലെ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു വിജ്ഞാപനം അവർ പുറത്തിറക്കിയിരുന്നു. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ആദ്യം പരിശോധിക്കാം. അതിനുശേഷം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കൂടി നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ ഒന്നൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻസ് എന്നൊരു സെക്ഷൻ ഇവിടെ കാണാം. ഇവിടെ മലബാർ, തിരുവിതാംകൂർ, ഗുരുവായൂർ ദേവസ്വങ്ങളിലെ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം എന്ന് പറഞ്ഞൊരു ന്യൂ എന്ന് നൽകിയിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേജിലേക്ക് നമുക്ക് പോകാൻ കഴിയും, ആ ഒരു നോട്ടിഫിക്കേഷനുള്ള പേജിലേക്ക് നമുക്ക് പോകാൻ കഴിയും. അപ്പോൾ എന്തായാലും ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ ആ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ഡയറക്റ്റ് ലിങ്കും ഞാൻ താഴെ നൽകാം. നിങ്ങൾക്ക് അവിടെ നിന്നും അത് ഓപ്പൺ ചെയ്ത് വിശദമായി പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മലബാർ, തിരുവിതാംകൂർ, ഗുരുവായൂർ ദേവസ്വങ്ങളിലെ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുള്ള വിജ്ഞാപനം എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പേജ് ഇത്തരത്തിൽ ഓപ്പണായി വരുന്നതായിരിക്കും. ഈ ഒരു പേജിൽ അത് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് നൽകിയിരിക്കുകയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിവിടെ 3 ലിങ്കുകളാണ് ഈ ഒരു പോസ്റ്റിന് താഴെയായിട്ട് നൽകിയിരിക്കുന്നത്. അതായത് ആ ഒരു വിജ്ഞാപനം നമുക്കിവിടെ ലഭിക്കും. അതിന് കൂടെ തന്നെ ഇവിടെ ലഘു വിജ്ഞാപനം, അതിന് ഷോർട്ട് നോട്ടിഫിക്കേഷൻ എന്നിങ്ങനെ ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ഓരോ നോട്ടിഫിക്കേഷൻസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇനി അപേക്ഷ ക്ഷണിക്കുന്നതിനുള്ള അവസാന തീയതി എന്ന് ഇവിടെ പറഞ്ഞ് നൽകിയിട്ടുണ്ട്. അതായത് 18/1/2021 അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതിയായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ ജനുവരി 18 വരെ 2021 ജനുവരി 18 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ എന്തായാലും അവസാന തീയതിക്ക് മുന്നേ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യതയുള്ള ആളുകൾ തീർച്ചയായും അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ആ നോട്ടിഫിക്കേഷൻ നമുക്ക് ആദ്യം പരിശോധിക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ഷോർട്ട് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ഇംഗ്ലീഷ് ലിങ്ക് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് മലയാളത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ കൂടി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ പറയുന്ന ഷോർട്ട് നോട്ടിഫിക്കേഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു നോട്ടിഫിക്കേഷനാണ് ഓപ്പൺ ആയി വരിക. ഇത് ഇംഗ്ലീഷിലുള്ള നോട്ടിഫിക്കേഷൻ, മലയാളത്തിലുള്ള നോട്ടിഫിക്കേഷൻ കൂടിയുണ്ട്, അത് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഇനി ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് ഒഴിവുകൾ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഏകദേശം 7ഓളം ഒഴിവുകളാണ്, 7ഓളം പോസ്റ്റുകളിലേക്കുള്ള ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യത്തെ ഒഴിവ് ഇവിടെ നൽകിയിരിക്കുന്നത് മെഡിക്കൽ സൂപ്രണ്ടന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. കാറ്റഗറി നമ്പർ 39/2020 ഗുരുവായൂർ ദേവസ്വം മെഡിക്കൽ സെന്ററിലേക്കാണ് ഈ പറയുന്ന മെഡിക്കൽ സൂപ്രണ്ടന്റ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. പേ സ്കെയിൽ വരുന്നത് 68,700 രൂപ മുതൽ 1,10,400 രൂപ വരെയാണ് ഈ ഒരു പോസ്റ്റിന് ലഭിക്കുന്ന സാലറി. ക്വാളിഫിക്കേഷൻ MBBS ആണ്. മാത്രമല്ല 5 വർഷത്തെ സർവീസ് എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് ഗവൺമെന്റ് സർവീസിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ, അതായത് 200 ബെഡിൽ കുറയാത്ത സൗകര്യമുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ വർക്ക് ചെയ്തതിൻ്റെ 5 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള MBBS പാസ്സായ ആളുകൾക്കാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. പെർമനന്റ് രജിസ്ട്രേഷൻ വിത്ത് ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിൽ എന്നും കൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരു രജിസ്ട്രേഷൻ കൂടി വേണം. പെർമനന്റ് രജിസ്ട്രേഷൻ വിത്ത് ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിൽ എന്ന് പറയുന്ന ആ ഒരു കൗൺസിലിന്റെ രജിസ്ട്രേഷൻ കൂടി, പെർമനന്റ് രജിസ്ട്രേഷൻ കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ ആളുകൾക്കാണ് ഈ പറയുന്ന മെഡിക്കൽ സൂപ്രണ്ടന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഒരു വാക്കൻസിയാണ് നിലവിലുള്ളത്. അടുത്ത പോസ്റ്റ് കാറ്റഗറി നമ്പർ 40/2020 അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കാണ് നിയമനം നടത്തുവാൻ പോകുന്നത്. ഈ പറയുന്ന പോസ്റ്റിൽ ലഭിക്കുന്ന സാലറി 39,500 രൂപ മുതൽ 83,000 രൂപ വരെയാണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് ലഭിക്കുന്ന സാലറി. 2 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്ന സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി, അതായത് സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായ ആളുകൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായ ആളുകൾക്ക് ബിടെക് അല്ലെങ്കിൽ BE പാസ്സായ ആളുകൾക്ക് ഈ പറയുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വളരെ മികച്ച സാലറിയാണ് ലഭിക്കാൻ പോകുന്നത്. മാത്രമല്ല വാക്കൻസീസ് 2 വാക്കൻസീസ് ആണ് നിലവിൽ ഉള്ളത് എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിന് എക്സ്പീരിയൻസും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ആവശ്യപ്പെട്ടിട്ടില്ല. അടുത്ത ഒരു പോസ്റ്റ്, 3ാമത്തെ പോസ്റ്റ് വരുന്ന കാറ്റഗറി നമ്പർ 41/2020 ക്ലർക്ക് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ഇത് മലബാർ ദേവസ്വം ബോർഡിലേക്കാണ് ഈ പറയുന്ന ക്ലർക്ക് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്ന 10 ഒഴിവുകളാണ് നിലവിലുള്ളത്. ശ്രദ്ധിക്കുക, ക്ലർക്ക് പോസ്റ്റിലേക്ക് 10 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ പറയുന്ന ക്ലർക്കിന് ലഭിക്കുന്ന സാലറി, ഈ പറയുന്ന ക്ലർക്ക് പോസ്റ്റിന് ലഭിക്കുന്ന സാലറി 19,000 രൂപ മുതൽ 43,600 രൂപ വരെ ആയിരിക്കും. ഈ പറയുന്ന ക്ലർക്ക് പോസ്റ്റിന് ലഭിക്കുന്ന സാലറി. 10 ഒഴിവുകളാണുള്ളത്. ക്വാളിഫിക്കേഷൻ ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 ക്വാളിഫിക്കേഷൻസ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, നിങ്ങൾ +2 പാസ്സായിരിക്കും എന്നുള്ളൊരു അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. അപ്പോൾ +2 പാസ്സായിരിക്കും എന്നുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ്
ഒരു വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ DCAയോ അല്ലെങ്കിൽ അതിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾ പാസ്സായിരിക്കും. അതായത് DC എന്ന് പറയുമ്പോൾ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ +2 പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ DCA കൂടി വേണം. അതോ അല്ലെങ്കിൽ അതിൽ തത്തുല്യമായ ഒരു യോഗ്യത ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ +2ഉം DCAയും പാസ്സായ ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. അടുത്ത കാറ്റഗറി നമ്പർ 4ാമത്തെ പോസ്റ്റ് നൽകിയിരിക്കുന്നത് കാറ്റഗറി നമ്പർ 42/2020 ക്ലർക്ക്. പക്ഷേ ഇത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുകയില്ല. അവിടെ നൽകിയിട്ടുണ്ട് ബൈ ട്രാൻസ്ഫർ ഫ്രം ലോ പെയ്ഡ് പെർമനന്റ് ടെമ്പിൾ എംപ്ലോയീസ് ഇൻ മലബാർ ദേവസ്വം ബോർഡ്. ഇപ്പോൾ നിലവിൽ മലബാർ ദേവസ്വം ബോർഡിൽ വർക്ക് ചെയ്യുന്ന, അതായത് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്നുമാണ് ഈ പറയുന്ന റിക്രൂട്ട്മെന്റ് നടത്താൻ പോകുന്നത്. ഈ ഒരു പോസ്റ്റ് ലഭിക്കുന്ന സാലറി 19,000 രൂപ മുതൽ 43,600 രൂപ വരെയാണ്. 5 ഒഴിവുകളാണ് നിലവിലുള്ളത്. ക്വാളിഫിക്കേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ +2ഉം DCA തന്നെയുമാണ്. മാത്രമല്ല 10 വർഷത്തെ പെർമനന്റ് സർവീസ് ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് പറയുക. അപ്പോൾ അത്തരത്തിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അതിൽ ഏകദേശം 5 ഒഴിവുകളാണ് നിലവിലുള്ളത്. അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് എല്ലാവർക്കും അപേക്ഷിക്കാൻ കഴിയില്ല. നിലവിൽ മലബാർ ദേവസ്വം ബോർഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് ആ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അടുത്ത 5ാമത്തെ ഒരു കാറ്റഗറി നമ്പർ 43/2020 ഗോൾഡ് സ്മിത്ത് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. മലബാർ ദേവസ്വം ബോർഡിലേക്കാണ് ഈ പറയുന്ന പോസ്റ്റ്. 18,000 രൂപ മുതൽ 41,500 രൂപ വരെ ആയിരിക്കും പറയുന്ന ഗോൾഡ് സ്മിത്ത് എന്ന് പറയുന്ന പോസ്റ്റ് ലഭിക്കുന്ന സാലറി. ഒരു ഒഴിവാണ് നിലവിലുള്ളത്. ക്വാളിഫിക്കേഷൻ ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് SLC ആണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. മാത്രമല്ല സ്കിൽ ആൻഡ് നോളജ് ഇൻ മാനുഫാക്ചറിംഗ് ഗോൾഡ് ആൻഡ് സിൽവർ ജുവൽസ് ആൻഡ് ഹാവിംഗ് നോട്ട് ലെസ് ദാൻ 3 years എക്സ്പീരിയൻസ് ഇൻ ദാറ്റ് ഫീൽഡ്. അതായത് സ്വർണം വെള്ളി ആഭരണങ്ങളുടെ നിർമ്മാണത്തിലുള്ള വൈദഗ്ധ്യമാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ട ക്വാളിഫിക്കേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്ന 3 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഒരു നോട്ട് പോലെ ഇവിടെ നൽകിയിട്ടുണ്ട്. കാൻഡിഡേറ്റ് ഷുഡ് പ്രൊഡ്യൂസ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഫ്രം ആൻ എന്റർപ്രൈസ് വിച്ച് മാർക്കറ്റ്സ് ഓർ മാനുഫാക്ചേഴ്സ് ഗോൾഡ് ആൻഡ് സിൽവർ ജ്വല്ലേഴ്സ്. അതായത് നിങ്ങൾ അത്തരത്തിൽ സ്വർണം അല്ലെങ്കിൽ അതുപോലെ തന്നെ വെള്ളി ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിൽ നിങ്ങൾക്ക് വൈദഗ്ധ്യമുണ്ടെന്ന് നിങ്ങൾ വർക്ക് ചെയ്ത അത്തരത്തിൽ നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്തത്, അതായത് ഒരു മാനുഫാക്ചററോ അല്ലെങ്കിൽ അത്തരത്തിൽ മാർക്കറ്റ് ചെയ്യുന്ന ഏതെങ്കിലും സ്ഥാപനത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ 6ാമതൊരു പോസ്റ്റ് കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. 6ാമത്തെ പോസ്റ്റ് വരുന്ന കാറ്റഗറി നമ്പർ 44/2020 ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. മലബാർ ദേവസ്വം ബോർഡിലേക്ക് തന്നെയാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഈ പറയുന്ന ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് പോസ്റ്റിന് ലഭിക്കുന്ന സാലറി 18,000 രൂപ മുതൽ 41,500 രൂപ വരെ ആയിരിക്കുമെന്നും ഇവിടെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. എത്ര വാക്കൻസികൾ ഉണ്ട് എന്ന് നിലവിൽ എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും നിരവധി ഒഴിവുകൾ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ദേവസ്വം ബോർഡിൽ ഡ്രൈവർ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വരുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻസ് ഇവിടെ ആവശ്യപ്പെട്ടുണ്ട്. അതായത് 7ാം ക്ലാസ് പാസ്സായിരിക്കും എന്നുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയും അതോടൊപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, നിലവിൽ വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ്, അതായത് 3 വർഷത്തോളമായി നിങ്ങളുടെ കൈവശമുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ്, വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. LMV അതായത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടത്. മാത്രമല്ല പ്രൊഫഷ്യൻസി ഇൻ ഡ്രൈവിംഗ് LMB, അതായത് പ്രൊഫഷ്യൻസി ഇൻ ഡ്രൈവിംഗ് LMB വിൽ ബി ടെസ്റ്റഡ് ഇൻ എ പ്രാക്ടിക്കൽ ടെസ്റ്റ് ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ പ്രാക്ടിക്കൽ ടെസ്റ്റിലോടുകൂടി നിങ്ങളുടെ ഡ്രൈവിംഗിൻ്റെ പ്രാവീണ്യം കൂടി അവർ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗിൻ്റെ പ്രൊഫഷ്യൻസി അവർ ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റിലൂടെ നടത്തുന്നതായിരിക്കുമെന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്തത് 7ാമത്തെ ഒരു പോസ്റ്റ് നൽകിയിരുന്നത് കാറ്റഗറി നമ്പർ 45/2020 LD ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ഇത് ട്രാവൻകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. 19,000 രൂപ മുതൽ 43,600 രൂപ വരെയാണ് ഈ പറയുന്ന LD ടൈപ്പിസ്റ്റ് പോസ്റ്റിന് ലഭിക്കുന്ന സാലറി. 7 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്ന 3 ക്വാളിഫിക്കേഷൻസ് ആണ് ഈ പറയുന്ന പോസ്റ്റിന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഒന്നാമത്തത് SLCയോ അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത പാസ്സായിരിക്കണം. അപ്പോൾ SLC പാസ്സായിരിക്കണം. അതോടൊപ്പം രണ്ടാമതൊരു ക്വാളിഫിക്കേഷൻ ആവശ്യപ്പെടുന്ന KGTE സർട്ടിഫിക്കറ്റ്സ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ലോവർ ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം. ഈ പറയുന്ന KGTE സർട്ടിഫിക്കറ്റ് ടൈപ്പ് റൈറ്റിംഗിൽ ഉണ്ടായിരിക്കണം. അതായത് ഇംഗ്ലീഷ് ലോവറും അതുപോലെ തന്നെ മലയാളം ലോവറും ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങോ അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ കൂടി വേണം. ഇതിൽ പറഞ്ഞിരിക്കുന്ന 3 ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ പറയുന്ന LD ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ 7ഓളം പോസ്റ്റുകളിലേക്കാണ് നിലവിൽ റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഗുരുവായൂർ, മലബാർ അതുപോലെ തന്നെ ട്രാവൻകൂർ ദേവസ്വം ബോർഡുകളിലേക്കാണ് നിയമനം നടത്തുവാൻ പോകുന്നത്. കേരളം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് തന്നെയാണ് അത്തരത്തിൽ നിയമനം നടത്തുവാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് അതാത് പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി തൊട്ട് താഴെയായി ഏജ് ലിമിറ്റും മറ്റുള്ള കാര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. ഓരോ പോസ്റ്റിനും വേണ്ട ഏജ് ലിമിറ്റും കാര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ നൽകിയിട്ടുണ്ട് SC/ST OBC കാൻഡിഡേറ്റ്സിന് യൂഷ്വൽ ഏജ് റിലാക്സേഷൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഗവൺമെന്റ് നോംസ് അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ കാര്യങ്ങളെല്ലാം SC/ST OBC കാൻഡിഡേറ്റ്സിന് ലഭിക്കുമെന്നും ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. ഇനി ആപ്ലിക്കേഷൻ ഫീസ് ഓരോ കാറ്റഗറിയിലുള്ള ആളുകൾക്കും അപേക്ഷിക്കാനുള്ള അപേക്ഷാ ഫീസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഓരോ പോസ്റ്റിനും വേണ്ട അപേക്ഷാ ഫീസ് ജനറൽ കാൻഡിഡേറ്റ്സിനുള്ളത് ആദ്യ ഭാഗത്തും പിന്നീട് SC/ST കാൻഡിഡേറ്റ്സിനുള്ള ബ്രാക്കറ്റിലുമായിട്ടാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പോസ്റ്റിന് അതായത് MBBSകാർക്ക് അപേക്ഷിക്കേണ്ട ആ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട പോസ്റ്റ് മെഡിക്കൽ സൂപ്രണ്ടന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ട ഫീസ് 1000 രൂപയാണ്. SC/ST കാറ്റഗറിയുള്ള ആൾക്ക് 750 രൂപ അടച്ചാൽ മതിയായിരിക്കും. അടുത്ത 40/2020 എന്ന് പറയുന്ന ഒരു പോസ്റ്റ്, അതായത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ, ആ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട അപേക്ഷ ഫീസ് എന്ന് പറയുന്നത് ഇത് പറഞ്ഞിരിക്കുന്ന പോലെ
500 രൂപയായിരിക്കും. SC/ST കാൻഡിഡേറ്റ്സിന് 250 രൂപ മതിയായിരിക്കും. അടുത്ത 41, 43, 45 കാറ്റഗറി ഉള്ള ആ ഒരു പോസ്റ്റുകളിലേക്ക് 41 എന്ന് പറയുമ്പോൾ ക്ലർക്ക്, ഗോൾഡ് സ്മിത്ത്, അതുപോലെ തന്നെ LD ടൈപ്പിസ്റ്റ് തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് 300 രൂപയായിരിക്കും. SC/ST കാൻഡിഡേറ്റ്സിന് 200 രൂപ മതിയായിരിക്കും. മാത്രമല്ല 44 കാറ്റഗറി നമ്പർ 44 ലഭിക്കുന്ന അപേക്ഷിക്കേണ്ട ഫീസ് 44/2020 ഡ്രൈവർ പോസ്റ്റിന് അപേക്ഷിക്കേണ്ട ഫീസ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് 200 രൂപയാണ്. SC/ST കാൻഡിഡേറ്റ്സിന് 100 രൂപ മതിയായിരിക്കും. അടുത്ത കാറ്റഗറി നമ്പർ 42/2020 നിലവിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കുള്ള പോസ്റ്റാണത്. ക്ലർക്ക് പറയുന്ന പോസ്റ്റ്. ആ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി അവർ അടയ്ക്കേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന പോലെ 300 രൂപയായിരിക്കും. അപ്പോൾ അത്തരത്തിലാണ് ഇവിടെ നൽകിയത്. ഏജ് ലിമിറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. MBBS പാസ്സായ, അതായത് ഏജ് ലിമിറ്റ് ഇത്തരത്തിലാണ് നൽകിയിരിക്കുന്നത്. സൂപ്രണ്ടന്റ്, അതായത് മെഡിക്കൽ സൂപ്രണ്ടന്റ് എന്ന് പറയുന്ന പോസ്റ്റിന് നിങ്ങൾക്ക് 25 വയസ്സോ 40 വയസ്സുള്ള ആളുകൾക്കാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. കാറ്റഗറി നമ്പർ 40/2020 25 വയസ്സ് മുതൽ 36 വയസ്സുള്ള ആളുകൾക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് അപേക്ഷിക്കാം. അടുത്ത 41, 43, 44 കാറ്റഗറിയുള്ള ആളുകൾക്ക് 18 മുതൽ 35 വയസ്സുള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അടുത്ത 45/2020 എന്ന് പറയുന്ന കാറ്റഗറി ഉള്ളത്, അതായത് LD ടൈപ്പിസ്റ്റ് പോസ്റ്റിന് അപേക്ഷിക്കുന്നവർ 18 വയസ്സ് മുതൽ 36 വയസ്സുള്ള ആളുകൾക്കാണ് ആ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഇത്തരത്തിൽ 42/2020 കാറ്റഗറി മാക്സിമം 50 വയസ്സ്, അത് നിലവിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് 50 വയസ്സുള്ള ഏജ് ലിമിറ്റാണ് അതിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള പോസ്റ്റുകളിലേക്ക് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഈ ഒരു വെബ്സൈറ്റ് വഴി തന്നെയാണ്. അപ്പോൾ ഇനി മലയാളത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ കൂടിയുണ്ട്. അതായത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലഘു വിജ്ഞാപനം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഓപ്പൺ ആയി വരിക. മലയാളത്തിലാണ്, വിശദമായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. ഏതൊക്കെ പോസ്റ്റിലേക്കാണ് അയച്ചത്, ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് മെഡിക്കൽ സൂപ്രണ്ട് പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി അപേക്ഷിക്കേണ്ടത് എത്തരത്തിലാണെന്ന് എല്ലാ പോസ്റ്റുകളിലേക്കും അപേക്ഷിക്കേണ്ട രീതി ഇത്തരത്തിൽ തന്നെയാണ്. അതായത് ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ രീതിയിലായിരിക്കും നിങ്ങൾ അപേക്ഷിക്കേണ്ടത് എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് വിശദമായിട്ട് ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. മലയാളത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വിശദമായിട്ട് വായിച്ചു നോക്കാവുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.kdrb.kerala.gov.in വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വെബ്സൈറ്റിന്റെ ഹോം പേജിലുള്ള അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ 3 മാസത്തിനകം എടുത്തതായിരിക്കണം. ഒരിക്കൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോ തുടർന്നുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിന് ഉപയോഗിക്കാവുന്നതാണ്. പ്രൊഫൈലിലെ പ്രിന്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഉദ്യോഗാർത്ഥിക്ക് താൻ സമർപ്പിച്ച അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത, ജാതി, പരിചയം, വയസ്സ് മുതലായവ തെളിയിക്കുന്ന പ്രമാണങ്ങളുടെ പകർപ്പുകൾ കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കേണ്ടി വരും. ഇപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടി വരില്ല എന്നാണ് നൽകിയിരിക്കുന്നത്. ഒരിക്കൽ അടച്ച അപേക്ഷ ഫീസ് ഒരു കാരണവശാലും തിരികെ നൽകുന്നതല്ല എന്നുകൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങൾ ഓരോ പോസ്റ്റിലേക്കും അപേക്ഷിക്കേണ്ട. എല്ലാ പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വിശദമായിട്ട് മലയാളത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. എത്ര രൂപയാണ് അപേക്ഷ ഫീസ് എന്നുള്ള സഹിതം ഇവിടെ വ്യക്തമായി നൽകുന്നത്. അപ്പോൾ ഈ ഒരു മലയാളം നോട്ടിഫിക്കേഷന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ്. നിങ്ങൾ ഓരോന്നും വായിച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഏത് പേജിൽ നിന്നാണ് അപേക്ഷിക്കേണ്ടതെന്ന് കൂടി നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഹോം പേജിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം. ഹോം പേജിൽ പ്രവേശിച്ചാൽ തന്നെ ഇവിടെ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് ഡൗൺലോഡ് ഹാൾ ടിക്കറ്റ്, അതുപോലെ അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു അപ്ലൈ ഓൺലൈൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും നമുക്ക് ഓപ്പൺ ആയി വരിക. ഇവിടെ ഇപ്പോൾ നിലവിലുള്ള നോട്ടിഫിക്കേഷൻസ് താഴത്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഓപ്പൺ ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ എന്നാണ് നൽകിയിരുന്നത്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പേജ് ഇത്തരത്തിൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് നിലവിൽ യൂസർ ഐഡിയും പാസ്വേഡ്, നിങ്ങൾ നിലവിൽ രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് യൂസർ ഐഡിയും പാസ്വേഡ് ഈ ഒരു ക്യാപ്ചയും ടൈപ്പ് ചെയ്ത് സൈൻ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ന്യൂ യൂസർ ആണെങ്കിൽ ഇവിടെ വന്ന് ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐഡി, മൊബൈൽ നമ്പർ, യൂസർ നെയിം, പാസ്വേഡും എല്ലാം ഉപയോഗിച്ച് ഒരിക്കൽ കൂടി പാസ്വേഡ് നൽകി രജിസ്റ്റർ ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുമെന്നാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് എന്നാണ് ഇവിടെ നൽകിയിരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ, മലയാളത്തിലുള്ള ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്തായാലും വിശദമായിട്ട് പരിശോധിച്ച് നോക്കുക. അതിനുശേഷം ഇതിൽ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട് എത്തരത്തിലാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ഒരു പ്രത്യേക കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഹിന്ദു റിലീജിയനിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. കാരണം ദേവസ്വം ബോർഡിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ടാണ് ആ ഒരു നിബന്ധന വെച്ചിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ലോഗിൻ ചെയ്തതിന് അത്തരത്തിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത്തരത്തിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അവിടെ നൽകാവുന്നതാണ്. ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം നൽകിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയും മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപേക്ഷ ഫീസ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിലൂടെ ഓൺലൈനായിട്ട് തന്നെ അടയ്ക്കേണ്ടതാണ്. DD ആയോ അല്ലെങ്കിൽ മണി ഓർഡർ ആയിട്ടോ ചലാൻ മുഖാന്തരമോ ഒരിക്കലും അടയ്ക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സാധാരണ ആപ്ലിക്കേഷൻസിൽ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഒരു അപേക്ഷ ഫീസും അതായത് പോസ്റ്റിന് വേണ്ട അപേക്ഷ ഫീസ് നിങ്ങളുടെ ഒരു ഇതനുസരിച്ച് നിങ്ങൾക്ക് നൽകാവുന്നതാണ് എന്ന് കൂടിയാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ എന്തായാലും ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ള എല്ലാ സുഹൃത്തുക്കളും അപേക്ഷിക്കാൻ ശ്രമിക്കുക.
മാത്രമല്ല നിരവധി ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പല ഡ്രൈവർ വാക്കൻസിയിലേക്ക് എത്ര ഒഴിവുകളാണ് ഓടി റിപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ നിരവധി ഒഴിവുകൾ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരത്തിൽ അതാത് ക്വാളിഫിക്കേഷൻ ആളുകൾ നിങ്ങൾ തീർച്ചയായും അപേക്ഷിക്കുക. മാത്രമല്ല നിങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഇത്തരത്തിലുള്ള ക്വാളിഫിക്കേഷനുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഉണ്ടെങ്കിൽ അവർക്ക് കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തോളൂ, അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ എന്തായാലും അപേക്ഷിക്കേണ്ട അവസാന തീയതിയോട് നൽകിയിട്ടുണ്ട്. അതായത് 18/1/2021 ജനുവരി 18 അവസാന തീയതി. 2021 അടുത്ത വർഷം 2021 ജനുവരി മാസത്തിൽ 18-ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾ എന്തായാലും അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഒരുപാട് വൈകിക്കാൻ നിൽക്കരുത്, കാരണം വെബ്സൈറ്റ് ചിലപ്പോൾ ഹാങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടവർ അടയ്ക്കുവാൻ ശ്രമിക്കുക. അതായത് എത്ര രൂപയാണ് അടയ്ക്കേണ്ടത് അത് നോക്കിയതിന് ശേഷം നിങ്ങൾ അപേക്ഷാ ഫീസും അടയ്ക്കുക. അപ്പോൾ അത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. എന്തായാലും ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ, മലയാളം നോട്ടിഫിക്കേഷൻ, ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, മാത്രമല്ല കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഞാൻ നിങ്ങൾക്ക് താഴെ നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.